PV അൻവറുമായുള്ള പ്രശ്നത്തിൽ മുസ്ലിം ലീഗ് മധ്യസ്ഥതയ്ക്കില്ലെന്ന് PK കുഞ്ഞാലിക്കുട്ടി തീർത്തും പറഞ്ഞിരിക്കുകയാണ്. PV അൻവർ അദ്ദേഹത്തിന്റെ ഭാഗമാണ് പറഞ്ഞതെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു വെക്കുന്നുണ്ട്. അൻവർ പറഞ്ഞ വിഷയങ്ങളിൽ കോൺഗ്രസ് നേതാക്കന്മാരുമായി ചർച്ച ചെയ്യുമെന്നും കൂടിയാലോചനകൾ നടക്കുമെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. തിരഞ്ഞെടുപ്പിന് മുൻപായി UDF-ന് മുൻപിൽ വന്നിട്ടുള്ള പ്രശ്നങ്ങളെല്ലാം എല്ലാവരും കൂടി കൈകാര്യം ചെയ്യും. ഘടകകക്ഷികൾ എന്ന നിലയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആശയവിനിമയം നടത്തുന്നത് സാധാരണമാണ്. അതല്ലാതെ പ്രത്യേകമായിട്ടുള്ള മീഡിയേഷൻ ഒന്നുമില്ല. ഡൽഹിയിലുള്ള പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളുമായി സംസാരിച്ചിരുന്നു. ലീഗ് ഞങ്ങളുടേതായ പരമ്പരാഗതമായ രീതിയിൽ ഇടപെടും. UDF-ന് ഒരു പ്രശ്നം വന്നാൽ ലീഗ് ഇടപെടുമല്ലോ എന്നാണ് കുഞ്ഞാലിക്കുട്ടി പറഞ്ഞത്. അതേസമയം നിലമ്പൂർ ഉപതിരഞ്ഞെടുപ്പ് വരാൻ പോകുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ സെമി ഫൈനലാണെന്ന് കുഞ്ഞാലിക്കുട്ടി കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. ഫൈനലാണ് ഇത് കഴിഞ്ഞാൽ വരാൻ പോകുന്നത്. സെമി ഫൈനലിൽ വിജയിച്ചാലേ ഫൈനലിൽ എത്തൂ. അതിനാൽ നിലമ്പൂർ ഉപതിരഞ്ഞെടുപ്പ് ഒരു ജീവൻ മരണ പോരാട്ടമാണെന്നും അത് മനസ്സിലാക്കി ഓരോ UDF പ്രവർത്തകനും ഒറ്റക്കെട്ടായി എല്ലാം മറന്ന് ഷൗക്കത്തിന്റെ വിജയത്തിനായി പ്രവർത്തിക്കണമെന്നും PK കുഞ്ഞാലിക്കുട്ടി കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. അതേസമയം പറയേണ്ട കാര്യങ്ങൾ കുഞ്ഞാലിക്കുട്ടിയോട് പറഞ്ഞിട്ടുണ്ടെന്നും സൗഹാർദ്ദപരമായ നിലപാടാണ് അദ്ദേഹം സ്വീകരിച്ചതെന്നുമാണ് PV അൻവർ കഴിഞ്ഞ ദിവസം പറഞ്ഞത്. സ്ഥാനാർത്ഥിയുടെ കാര്യം കോൺഗ്രസ് പറയട്ടെ. കുഞ്ഞാലിക്കുട്ടി പോസിറ്റീവായാണ് സംസാരിച്ചത്. താൻ മത്സരിക്കുമോ എന്ന കാര്യം പിന്നീട് പറയാം. കോൺഗ്രസിൽ ബന്ധപ്പെടേണ്ടവർ ബന്ധപ്പെട്ടിട്ടില്ലെന്നും അൻവർ പ്രതികരിച്ചിരുന്നു. അതേസമയം ആര്യാടൻ മുഹമ്മദിന്റെ കബറിടത്തിൽ പ്രാർത്ഥനകളോടെയാണ് UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്തിന്റെ പ്രചരണം ആരംഭിച്ചത്. നിലമ്പൂർ തിരിച്ചു പിടിക്കുക എന്ന ആര്യാടൻ സാറിന്റെയും പ്രകാശ് ഏട്ടന്റെയും സ്വപ്നം പൂർത്തീകരിക്കുമെന്നാണ് VS ജോയ് ഇതിനോടനുബന്ധിച്ച് പറഞ്ഞത്. ആര്യാടൻ ഷൗക്കത്തിന് സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചതോടെ ഒരു കയ്യും മെയ്യുമായി വിജയത്തിനായി ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുമെന്നും അദ്ദേഹം പറയുകയുണ്ടായി. തൃണമൂൽ കോൺഗ്രസിന്റെ മുന്നണി പ്രവേശന വിഷയത്തിൽ നിലപാട് വ്യക്തമാക്കാത്ത UDF-നും പ്രതിപക്ഷ നേതാവ് VD സതീശനുമെതിരെ രൂക്ഷ വിമർശനവുമായി PV അൻവർ എത്തിയതും ശ്രദ്ധേയമായിരുന്നു. UDF-ൽ നിന്നും നീതി ലഭിച്ചില്ലെങ്കിൽ തൃണമൂൽ കോൺഗ്രസ് തനിച്ചു മത്സരിക്കുമെന്നും പ്രചരണത്തിന് മമതാ ബാനർജി അടക്കമുള്ള പാർട്ടിയുടെ പ്രമുഖ നേതാക്കളെ പ്രചരണത്തിന് എത്തിക്കുമെന്നും അൻവർ പറയുന്നുണ്ട്. താൻ നിലപാട് പലതവണ വ്യക്തമാക്കിയതാണ്. എന്നിട്ടും നിലപാട് വ്യക്തമാക്കട്ടെ എന്നാണ് പ്രതിപക്ഷ നേതാവ് പറയുന്നത്. VD സതീശൻ തന്നെ ചെളിവാരിയെറിഞ്ഞ് ദയാവധത്തിന് വിട്ടിരിക്കുകയാണ്. ജനങ്ങൾക്കു വേണ്ടി സംസാരിക്കുമ്പോൾ താൻ അധിക പ്രസംഗിയാണ്. കാല് പിടിക്കുമ്പോൾ മുഖത്ത് ചവിട്ടുകയാണ്. ഇനി താൻ ആരുടെയും കാലു പിടിക്കാനില്ല. തന്നെ കത്രിക പൂട്ടിട്ട് പൂട്ടി, അതായത് രണ്ടു വശത്തു നിന്നും പൂട്ടി. പ്രതിപക്ഷ നേതാവിനെ ചിലർ തെറ്റിദ്ധരിപ്പിക്കുന്നു. കൂടുതൽ മുന്നോട്ട് പോയാൽ അക്കാര്യങ്ങളെല്ലാം വെളിപ്പെടുത്തേണ്ടി വരും. ഇനി പ്രതീക്ഷയുള്ളത് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിലാണെന്നും അദ്ദേഹം പത്രസമ്മേളനത്തിൽ പറഞ്ഞു. KC വേണുഗോപാലിന്റെ ഭാഗത്തു നിന്നും നീതി ലഭിച്ചില്ലെങ്കിൽ നിലമ്പൂരിൽ തൃണമൂൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി ഉണ്ടാകുമെന്ന കാര്യം ഉറപ്പാണ്. ആ സ്ഥാനാർത്ഥിയുടെ പ്രചരണത്തിനായി മമതാ ബാനർജിയും ബംഗാളിലെ മന്ത്രിമാരും MP-മാരും ഒക്കെ വരും. പച്ചയായ രാഷ്ട്രീയം അപ്പോൾ പറയുമെന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ടതില്ല. ചൊറി പിടിച്ച അൻവറിനെ വേണ്ട എന്നാണ് അവരുടെ തീരുമാനമെങ്കിൽ ഞാൻ ജനങ്ങളിലേക്ക് ഇറങ്ങും. VS ജോയിയെ നിലമ്പൂരിൽ സ്ഥാനാർത്ഥിയാക്കാമെന്ന ഉറപ്പ് UDF നേതാക്കൾ നേരത്തെ എനിക്ക് തന്നിരുന്നു. എന്നാൽ UDF ആരെ തീരുമാനിച്ചാലും ഞാൻ പിന്തുണയ്ക്കുമെന്ന് വ്യക്തമാക്കി. UDF-ന്റെ ഭാഗമായിരുന്നെങ്കിൽ ഏതു വടിയെ നിർത്തിയാലും പിന്തുണയ്ക്കുമായിരുന്നു. ഞാൻ ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്നു എന്നുള്ളതാണ് പ്രശ്നം. ജനങ്ങൾ എന്ത് സഹിച്ചാലും ഒരു അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയത്തിലൂടെ മുന്നോട്ടു പോകാനാണ് ചിലർ ആഗ്രഹിക്കുന്നത്. അതിനെനിക്ക് സാധിക്കില്ല. KC വേണുഗോപാലിലും കോൺഗ്രസിന്റെ മറ്റു മുതിർന്ന നേതാക്കളിലും UDF ഘടക കക്ഷി നേതാക്കളിലും തനിക്ക് പ്രതീക്ഷയുണ്ടെന്നും PV അൻവർ തുറന്നു പറഞ്ഞിരുന്നു.